+1 സീറ്റ് തേടുന്നവരോട് ഇരട്ട നീതി. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർക്ക് സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർക്കും VHSC സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ അനുമതി നൽകി. മലബാറിലെ +1 സീറ്റ് കുറവ് പ്രതിസന്ധി മറികടക്കാനുള്ള സർക്കാരിന്റെ കള്ളക്കളിയാണിതെന്നാണ് വിമർശനം. ഇരട്ട നീതിയാണ് വിദ്യാർത്ഥികളോട്, സർക്കാരിന്റെ കള്ളക്കളിയാണ് നടക്കുന്നത് എന്നാണ് വിമർശനം ഉയരുന്നത്. അലോട്ട്മെന്റിൽ പ്രവേശനം നേടാത്തവർക്ക് VHSC ആണ്, ഇത് സർക്കാരിന്റെ കള്ളക്കളി എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വരുന്നത്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഇത് ഇരട്ട നീതി തന്നെയാണ്. ഇനി എത്ര സീറ്റ് ഉണ്ടെങ്കിലാണ് മലബാർ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാവുക? സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ എന്താണ്? ധനിയ, VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷയുടെ ഒരു വാചകം വായിക്കാം. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിൽ ഹാജരാകാത്തവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാം എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതേസമയം +1 അപേക്ഷയുടെ അതിൻ്റെ +1ൻ്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അത് സംബന്ധിച്ചുള്ള നോട്ടീസിൽ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലെ അതിൻ്റെ വരികൾ വായിക്കാം. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനത്തിൽ ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അതായത് നമുക്കറിയാം +1 സീറ്റുകൾ മലബാറിൽ പ്രത്യേകിച്ച് സീറ്റ് ക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റ് ആവശ്യമുള്ളവരുടെ എണ്ണം കുറയ്ക്കുക എന്നതായിരുന്നു സർക്കാർ സ്വീകരിച്ച സമീപനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം മന്ത്രി അവതരിപ്പിച്ച കണക്കിൽ തന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം 7000 വിദ്യാർത്ഥികൾ ആദ്യ അലോട്ട്മെൻറ്റുകൾ അപേക്ഷിച്ചിട്ടും പ്രവേശനം നേടാത്തവർ എന്ന പേരിൽ അവരെ കണക്കിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. കാരണം അവർക്ക് സപ്ലിമെൻ്ററി അപേക്ഷിക്കാൻ അവസരം നൽകിയിരുന്നില്ല. അതിന് സർക്കാർ പറഞ്ഞ വാദം അവർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർക്ക് സീറ്റ് ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ്. അതേസമയം സയൻസോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ അപേക്ഷിക്കുകയും എന്നാൽ കിട്ടിയത് ഹ്യൂമാനിറ്റീസ് മാത്രമാണെങ്കിൽ അവർ അത് പ്രവേശിച്ചിട്ടുണ്ടാവില്ല. അവർ ഒരുപക്ഷെ അൺഎയ്ഡഡ് സ്കൂൾ ക്ലാസ് തേടി നടക്കുന്നവരോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ അപേക്ഷിക്കാത്തത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്ലിമെൻ്ററിയിലേക്ക്, കാരണം പ്രത്യേകിച്ച് പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സപ്ലിമെൻ്ററി അപേക്ഷയ്ക്ക് അവസരം ആവശ്യമായിരുന്നു. അതേസമയം അവർക്ക് അപേക്ഷിക്കാൻ അവസരം നൽകിയില്ല. അതേസമയം നമ്മളത് പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല സർക്കാരിൻ്റെ പൊതുസമീപനം. പകരം VHSCയുടെ അപേക്ഷിച്ചപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർക്കും അവസരം നൽകിയിരുന്നു. അതായത് ശരിക്കും സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പൊതുസമീപനം ആദ്യ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും അവസരം നൽകാതിരിക്കുക എന്നുള്ളതല്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇനി ആർക്കൊക്കെയാണോ സീറ്റുകൾ ആവശ്യമുള്ളത് എല്ലാവർക്കും അപേക്ഷ നൽകാനുള്ള അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും +1കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മലബാറിൽ കൂടുതൽ സീറ്റ് ആവശ്യമുള്ളവരുടെ എണ്ണം കൂടും എന്നുള്ളതുകൊണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സർക്കാർ പോകുമെന്നുള്ളതുകൊണ്ടും ആ എണ്ണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ മലപ്പുറത്ത് അത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട 7000 പേര് ഉൾപ്പെടുത്തിയാൽ 17000 ആവും മലപ്പുറത്ത് മാത്രം സീറ്റ് ആവശ്യമുള്ളവരുടെ അല്ലെങ്കിൽ ഇനിയും സീറ്റ് ആവശ്യമുള്ളവരുടെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്നതാണ് കാര്യം. ധന്യ. ശരി അസ്ലം.